ബുധൻ ജൂൺ 6 മിഥുനത്തിലേക്കും ജൂൺ 22 കർക്കിടകത്തിലേക്കും സംക്രമിക്കുന്നു. ജൂൺ 8 വരെ ബുധന് മൗഢ്യമുണ്ട്. ബുധൻ ബുദ്ധി, ആശയവിനിമയം, വാണിജ്യം എന്നിവയുടെ ഗ്രഹമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ്റെ മൗഢ്യം കാരണം ആശയവിനിമയത്തിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ജൂൺ 6 ശേഷം മിഥുനത്തിലേക്കുള്ള സ്ഥാനം, തൊഴിൽ, പഠനം എന്നിവയിൽ വേഗതയും വ്യക്തതയും നൽകും. ജൂൺ 22 ശേഷമുള്ള കർക്കിടകത്തിലെ ബുധൻ കുടുംബ ബന്ധങ്ങളിൽ വൈകാരികമായ അടുപ്പം വർദ്ധിപ്പിക്കും. വ്യാഴം ജൂൺ 9 മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴം വിജ്ഞാനം, സമൃദ്ധി, ഭാഗ്യം എന്നിവയുടെ ഗ്രഹമാണ്. കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നുണ്ട്. ഇത് ശക്തമായ ഫലങ്ങൾ നൽകുന്നു. ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, പങ്കാളിയുടെ ആരോഗ്യക്കുറവൊക്കെ ഉണ്ടാകും. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം കുടുംബപരമായ കാര്യങ്ങളിൽ വലിയ ആശ്വാസവും നൽകും. വൈകാരികമായ അടുപ്പം, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതിയും സാമ്പത്തിക ഭദ്രത എന്നിവ പ്രതീക്ഷിക്കാം. മെയ് 31 മുതൽ ജൂൺ 29 വരെ ശുക്രൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ജൂൺ 29 ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ പ്രണയം, സൗന്ദര്യം, ആഡംബരം, ധനം എന്നിവയുടെ ഗ്രഹമാണ്. മാസത്തിൻ്റെ ഭൂരിഭാഗവും ശുക്രൻ മേടത്തിൽ നിൽക്കുന്നത് പ്രണയബന്ധങ്ങളിൽ തീവ്രതയും ആവേശവും നൽകും. പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. ജൂൺ അവസാനത്തോടെ ശുക്രൻ ഇടവത്തിലേക്ക് മാറുന്നത് ബന്ധങ്ങളിൽ സ്ഥിരതയും ഭൗതികമായ സന്തോഷങ്ങളും വർദ്ധിപ്പിക്കും. ഇത് ഉത്രാട നക്ഷത്രക്കാരുടെ ആഡംബരത്തോടുള്ള താല്പര്യത്തെ പോസിറ്റീവായി സ്വാധീനിക്കും. ശനി 2025 ജൂണിൽ മീനൻ രാശിയിൽ തുടരുന്നു. ശനി കർമ്മം, അച്ചടക്കം, ഘടന, കാലം എന്നിവയുടെ ഗ്രഹമാണ്. ഉത്രാട നക്ഷത്രം ധനു, മകര രാശികളിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ മീനത്തിലെ ശനി ഈ രാശിക്ക് വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തും.